കുറെ കാലമായി പച്ചക്കറി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിലും കിട്ടില്ല. നാരങ്ങയുടെ കോലപ്പം മുരിങ്ങയാണെന്നുണ്ടെങ്കിലോ ഒക്കെ കൊഴിഞ്ഞു പോകുക. മുരിങ്ങക്കായ, ഒരു മുരിങ്ങക്കായുടെ വണ്ണം കണ്ടില്ലേ. അല്ലെങ്കിൽ പണിയെടുക്കാൻ ഈ ഫോണാണെങ്കിൽ സമ്മതിക്കില്ല. അല്ലാ, അത് ഗൾഫിൽ നിന്നാണല്ലോ. ഹലോ, ആ എന്താ ഇത് എനിക്ക് നേരത്തെ വിളിക്കാൻ തോന്നല്? ഞാൻ ഇവിടെ വീട്ടിലാണ്. പച്ചക്കറി ഉണ്ടാക്കുക. ആ എന്താ ഒരു മെച്ചമില്ല, വെറുതെ ഇവിടെ പച്ചക്കറി കൃഷി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആ അതല്ല ഞാൻ പറഞ്ഞ വിസയുടെ കാര്യം എന്തായി? ആ ഇത്ര പെട്ടെന്ന് ശരിയായോ? ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഉടൻ തന്നെ പുറപ്പെടാൻ നോക്കാം. നമ്മുടെ കൂട്ടുകാരൻ്റെ ട്രാവൽസ് ഉണ്ട്, CK ട്രാവൽസ്, അവിടെ നിന്ന് നോക്കാം അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ. എന്നാൽ പൈസ കളയണ്ട. വിസയൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിക്കണേക്കാളും മുന്നേ ശരിയായി. അപ്പേ ഇതിൻ്റെ പൈസക്ക് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാം? ആലോചിച്ച ഒരു നമ്മുടെ മാമുക്കാട് മോൻ ഷെബീറിൻ്റെ നല്ല കൂട്ടുകാരനാണ്. ഓനോട് ചോദിച്ചാൽ കുറച്ച് പൈസ തരുവാണോ? എന്തായാലും ഒരു 50,000 ഉറുപ്പിക അവനോട് ചോദിച്ചോക്കാം. ഞാൻ അന്നെ തന്നെ കാത്തിരുന്നില്ല. എന്താ അന്നിങ്ങനെ ഓർത്തേ വിളിച്ചു. എന്തേ? അടുത്ത ആഴ്ച ഇൻഷാല്ലാ ഗൾഫിൽ വന്നിട്ട്. അതെ, പോയി പോയെന്നാ സന്തോഷല്ലേ? പോയി നേരായി പോയ എന്താ? പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താ? അന്നെ തന്നെ കാത്തു നിൽക്കാന്ന് പറഞ്ഞൊരു പേരുണ്ട്. ഞാൻ പറയാം, എന്താണ് എന്റെ വണ്ടി അവിടെ ഒട്ടിക്കാണ്. ചങ്ങായി തൊള്ളിവിളയും കൂട്ടിണ്ട്, പോയി എടുക്കട്ടെ. ഞാൻ പറയാം, എന്താ വേണ്ടി? എന്താ ബുദ്ധിമുട്ട്? 50,000 ഉറുപ്പിക്ക് വിക്കറ്റ് വേണോ? അത് എങ്ങനെയും ഒപ്പിച്ചു തരാം. 50,000 ഞാൻ ഒപ്പിച്ചു തരും. അപ്പൊ 50,000 ഉറുപ്പിക ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ ചങ്ങായി? 50,000 എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് സ്വപ്നത്തിലും കൂടി കണ്ടില്ല. അന്നോട് ചോദിച്ച കൃഷ്ണക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. നമുക്ക് വല്ല പലിശ എന്തെങ്കിലും എടുത്ത് റെഡിയാക്കി പേടിക്കണ്ട. പലിശടാ നമുക്ക് അറിയാമല്ലോ. പിന്നെപ്പോ എന്താ ചെയ്യാ? എന്നാ പേടിക്കണ്ട, ഞാൻ 25,000 ഉറുപ്പിക എനിക്ക് എങ്ങനെയും ഒപ്പിച്ചുതരാം. നിന്റെ വാപ്പാനോടൊന്നും പറയണ്ട. ബാക്കിക്ക് എങ്ങനെ ട്രൈ ചെയ്യുങ്ങായി? എന്താ നമ്മൾ 25,000 ഉറുപ്പിക തരില്ലേ? ബാക്കി 25,000 അല്ലേ? അന്നേ ആൾക്കാരും ഇല്ല ഇവിടെ. ആരെങ്കിലും ചോദിക്കുക എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക്. ഓക്കെ. ഹലോ ഖാദർ, സ്ഥലത്തി ഇറങ്ങുന്നില്ലേ? ബാഗിങ് എടുത്തോ, എന്നെ തട്ട്, നാടല്ല. വരൂ കുബേർ. ചാവി എടുത്തോ. എന്തേ കണ്ടിട്ടെന്തോ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നോല്ലേ? എനക്കെന്നെ വന്നപാട് ഇപ്പൊ 5-6 കൈ തന്നല്ലോ. വേഗം ഞാൻ പിടിക്കണോ? കൊണ്ടുവന്നെടുക്കും ചായ. ഇതൊക്കെ ഞാൻ തന്നെ. വേഗമാ. ഈ മതില് ചാടണം അപ്പുറത്തല്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്തൂടി വരണം. അപ്പുറത്തൂടി കുറച്ച് സമയം എടുക്കും. എളുപ്പമാണ് മുമ്പോടെ ചാടിത്തത്. പിന്നെ അപ്പൊ ഞാൻ ചാടാം. ആണോ ഇവിടെ റൂമ്? വന്നേ, വലത് കാല് വെച്ച് തന്നെ കേറിക്കോ. മനസ്സിലായില്ലേ? ഞങ്ങളെ റൂമിനൊന്നും സംഭവിക്കരുത്. അതുകൊണ്ട് വലത് കാലറിയാവോ? വന്നേ.
ഇതാണ് നമ്മളെ റൂം കാത്തറ. അയ്യോ അയ്യോ നമ്മളെ പുതിയ ആള് വന്നിക്കണ്, ഒന്ന് പരിചയപ്പെടുത്താ. എന്റെ പേര് നാട്ടില് വടകരയാണ്. വടകര അയ്യൂബിന്റെ സ്ഥലത്താണ്. അയ്യൂബിന്റെ നാട്ടുകാരനാണ്. ഞങ്ങള് ഒരു ക്ലാസ്സില് ഒരു ബെഞ്ചിൽ പഠിച്ചതാ. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ചെറുപ്പത്തിൽ വളർന്ന. പണ്ടേ ഇവൻ എന്റെ പ്ലേറ്റിൽ കൈയിട്ടാല് എനക്കും ഇന്നൊന്നും ഉണ്ടായില്ല. ദിവസം ഞാൻ തിന്നു. ഇതാളിയ മനസ്സിലായില്ല. നാട്ടിൽ എന്തായിരുന്നു നിങ്ങള് പണി? നമ്മള് പട്ടുപിടിക്കുന്ന ആള് പറഞ്ഞാല് ഇവിടെ എന്താ പണി? ഇവിടെ പ്രീവിയസ് ഒക്കെ വന്നോളാ. എന്ത് പ്രീവിയസ? എന്റെ മാനം പോക്കരുത്, മനസ്സിലായില്ല. മൂപ്പര് പറഞ്ഞുതരും. നാളെ ഡ്യൂട്ടിയില്ല, ഞാൻ അല്ല നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. നിങ്ങളെ പേരെന്തായിരുന്നു? വണ്ടിയിൽ വന്ന ആളാണ് വിളിക്കാൻ വേണ്ടി വന്നത്. എന്റെ പേര് സുബൈർ. എന്തായിരുന്നു നാട്ടിൽ പണി? നാട്ടില് പണിയൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് പണി. ഇവിടെ വന്നിട്ട് 11 വർഷമായി. അയ്യൂബിന് പണിയൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്ത്. ഇവിടെ എന്തായിരുന്നു പണി? ഇവിടെ ഞാൻ ഓഫീസിലാണ്. നാട്ടിലേക്ക് പോകാൻ വിളിച്ചില്ല. നാട്ടിലേക്ക് വിളിച്ചിട്ടില്ല. അപ്പൊ എത്തിയിട്ട് വിളിച്ചോളൂ. നമ്പർ പറഞ്ഞോളൂ. നമ്പർ 99 46 241 708. ഹലോ അമ്മ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദുബൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മള് റൂമിലുണ്ടായിരുന്ന എന്റെ റൂമിലുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരുന്നു. അയ്യൂബിനെ കണ്ട്. അയ്യൂബ് എയർപോർട്ടിലേക്ക് വന്നിരുന്നു. അല്ലാതെ എയർപോർട്ടിലേക്ക് വന്നിരുന്നു. ഓക്കെ ശരി. അസ്സലാമു അലൈക്കും. പുതിയ നമ്മളെ അയ്യൂബ് പറഞ്ഞ ആള്. അയ്യൂബിന്റെ പേരാണ്. എന്തോ എന്നാ പോലെ ഞാൻ ഇന്ന് രാവിലെ എത്തി. എന്താ വിശേഷം നാട്ടിലൊക്കെ? നാട്ടില് സുഖമാണ്, കുഴപ്പമില്ല. എന്തായിരുന്നു പണി നാട്ടില്? ഞാൻ ഓട്ടോ ഓട്ടോ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല. അടിച്ച് 10-300 രൂപ ഓടിയിരുന്നു. ഇപ്പൊ ഇവിടെ വന്നത് എന്ത് വിളിച്ചു? ഇവിടെ ക്ലബിൽ എന്താ ജോലി?